നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എങ്ങനെയുണ്ട്? അപാര സ്വാദം, ഒരു വ്യത്യസ്തമായ രുചി. ഈ വിഭവമാണ് സ്പെഷ്യലായിട്ട് നാളെ ഞാൻ പാചകം ചെയ്യാൻ പോകുന്നത്. ഈ കറിക്കൂട്ട് എങ്ങനെയാണ് താൻ ഉണ്ടാക്കിയത്? അത് അത് എന്റെ തന്നെ ഒരു ഐഡിയയില് ഞാൻ ഉണ്ടാക്കിയ ഒരു കറിക്കൂട്ട. താൻ കൊള്ളാലോ. അപ്പോ സംഗീതം മാത്രമല്ല, പാചക കലയിലും താൻ കേമത്തിയ. ഭർത്താവിന് നല്ല രുചിയായിട്ട് ഭക്ഷണവും കഴിക്കാം, ഉറങ്ങാൻ നേരത്തും പാട്ടും കേൾക്കാം. എടോ, ഗംഭീരോ താൻ ഉണ്ടാക്കിയത്. ഈ വിഭവം കൊള്ളാം. ഇത് സാറ് തന്നെ ആദ്യം രുചിച്ചു നോക്കി അഭിപ്രായം പറയണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തായാലും അത് നടന്നു. നന്നായിരിക്കുന്നു. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. കൺഗ്രാറ്റുലേഷൻസ്. അയ്യോ, സോറി സോറി സോറി. ഞാൻ തുളച്ചുതരാം. ഞാൻ തുളച്ചുതരാം. എന്റെ കയ്യിൽ അല്പം പറ്റിയെന്ന് വെച്ചാ സാറ് തുടച്ചിരുന്നും വേണ്ട. അതൊന്നും പറഞ്ഞാ പറ്റില്ല. നാളെ എപ്പോഴാ ഈ കറിക്കൂട്ട് മത്സരം? വൈകുന്നേരം. തലക്കണം കേട്ടോ, ഫസ്റ്റ് പ്രൈസ് ഇങ്ങോട്ട് അടിച്ചെടുക്കണം. ദൈവമേ. കറികളുടെ രാജ്ഞി അമൃതയെടുത്തിയാ. അമൃതയെടുത്തി പേടിച്ചാ മതി. പിന്നെ ഐശ്വര്യടത്തേക്ക് ഒരു ചുക്കും അറിയില്ല എന്ന് എനിക്കറിയാം. ഞാനിപ്പോ ഒരു 5 സ്റ്റാർ ഹോട്ടലിലെ ഷെഫാ. എല്ലാ കറികളിലും ടേസ്റ്റ് കൂട്ടാൻ ഞങ്ങൾ ഓരോരോ രീതികൾ പ്രയോഗിക്കും. നല്ല രുചി കിട്ടണം. അതിന് എന്താ ചെയ്യേണ്ടതെന്ന് ഒന്ന് വിശദീകരിച്ച് തന്നാ മതി. മാഡം നോൺ വെജിലെ ഉണ്ടാക്കാൻ പോകുന്നേ? അതെ, ചൈനീസ് ഐറ്റം ഉൾപ്പെടെ എല്ലാം. ടേസ്റ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടി ഞങ്ങൾ പലതരം കെമിക്കലുകൾ ചേർക്കാറുണ്ട്. കറികൾ കേടാകാതിരിക്കാൻ വേണ്ടി മറ്റ് ചില പ്രിസർവേറ്റീവ്സ് കൂടി ചേർക്കും. ചിലപ്പോഴൊക്കെ ഇത് കഴിക്കുന്നവരുടെ ആരോഗ്യത്തിന് ഹാനികരമാണ്. ടേസ്റ്റ് കൂടുതലുള്ള ആഹാരം കഴിക്കുന്നവർക്ക് അധികം ആയുസ് ഉണ്ടാവില്ല. സാധാരണ നമ്മൾ വീടുകളിൽ ഉണ്ടാക്കുന്ന ആഹാരം കഴിക്കാനും ഹോട്ടലുകളിൽ ഉണ്ടാക്കുന്ന ആഹാരം വിൽക്കാനുമാണ്. കാലം മാറി വന്നതോടെ വീടുകളിൽ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിനും ഈ വക രുചിക്കൂട്ടുകൾ കൂടുതലായി ചേർത്തു. അതുകൊണ്ട് മനുഷ്യർക്ക് ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ വരാൻ തുടങ്ങി. പിന്നെ ആഹാരത്തിന് രുചി വേണ്ടേ? രുചി കൂട്ടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആഹാര സാധനങ്ങൾ ഇതുപോലുള്ള ചേരുവകൾ ചേർക്കും. ആയിക്കോട്ടെ, ചതി വേണമല്ലോ. അത് പഠിപ്പിക്കാനല്ലേ ഞാൻ നിങ്ങളെ വിളിച്ചത്. അത് മനസ്സിലായി മാഡം. രുചി കൂട്ടാനുള്ള തന്ത്രങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഇങ്ങ് തരൂ. അതെ സാർ, ഞാൻ ശ്യാമയുടെ അച്ഛൻ വാസുദേവന്. എന്നെ ഒന്നും ചെയ്യരുത് സാറേ. ഈശ്വര, വിളക്ക് താനെ കിട്ടു. എന്തെങ്കിലും സംഭവിക്കോ? ഓ, അതാണ് സെക്യൂരിറ്റി ആയിട്ട് ആ വീട്ടിലെത്തിയത്. മോക്കൊരു തണലുമായി, തനിക്കൊരു വരുമാനവും ആയി. എന്നിട്ട് എന്നെ പറ്റിച്ചു. അവളെ കൊല്ലാമെന്ന് പറഞ്ഞ് എന്റെ കയ്യിൽ നിന്ന് കാശും വാങ്ങി. കൊല്ലാൻ വേണ്ടിയല്ലായിരുന്നു സാറേ അത്. ഞാൻ കൊല്ലാമെന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ സാർ വേറെ ആരെങ്കിലും ഏർപ്പാടാക്കും. ഞാൻ സമ്മതിച്ച ആ അപകടം അങ്ങ് മാറിക്കിട്ടും സാറേ. എനിക്ക് മോളെ രക്ഷിക്കാനും പറ്റും. മനസ്സിന് എന്തോ ഒരു പേടി തോന്നുന്നു കൃഷ്ണ. കുടുംബത്തിൽ ആർക്കും ഒരു അപകടം വരുമ്പോലെ രക്ഷകനായി നീ ഉണ്ടാവണം. ആർക്കും ഒരു ദോഷവും വരാതെ രക്ഷകനായി നീ വേണം.
നിന്റെ മകളുടെ ജീവൻ രക്ഷിക്കാൻ നീ നിന്റെ ജീവൻ ബലി നൽകുന്നു. കുടുംബത്തിൽ ആർക്കും ഒരു അപകടം വരാതെ രക്ഷകനായി നീ ഉണ്ടാവണം. ഇങ്ങോട്ട് വാടാ. ഞാൻ പറഞ്ഞില്ലേ, നിന്നെ രക്ഷിക്കാൻ ആരുമില്ലല്ലോ വാസുദേവ. എന്നെ ഒന്നും ചെയ്യല്ലേ. എന്നെ ഒന്നും ചെയ്യല്ല സാറേ. എന്നെ ഒന്നും ചെയ്യല്ല സാറേ. എന്റെ കൃഷ്ണ, നല്ല മാന്യർക്ക് ആരെങ്കിലൊക്കെ കാണുമല്ലോ ജഗന്നാഥ രക്ഷകരായിട്ട്. അല്ലെങ്കിൽ പിന്നെ നന്മയ്ക്ക് എന്താ അർത്ഥം? നിന്റെ കളികളൊന്നും നടക്കാൻ പോകുന്നില്ല ജഗന്നാഥ. അച്ഛനെല്ലാം എന്നോട് പറഞ്ഞായിരുന്നു. ശ്യാമയെ കൊല്ലാനുള്ള കൊട്ടേഷൻ അച്ഛനെ തന്നെ ഏൽപ്പിച്ചു അല്ലേ? നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് നിന്റെ കയ്യിൽ വിലങ്ങ് വീഴാൻ പോവാ. എന്റെ കയ്യിൽ വിലങ്ങ് വീഴുന്നു. അതിന് ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ശ്യാമയെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തതിന് എന്താ തെളിവുള്ളത്? പോയി പണി നോക്കണം ചെറുക്ക. ജഗന്നാഥനെ ജയിലിൽ കയറ്റാൻ വന്നിരിക്കുക. നിനക്ക് തെളിവ് വേണോ അല്ലേ? അഖിൽ കളത്തിലിറങ്ങുമ്പോ കളം കണ്ടേ ഇറങ്ങും. കാര്യങ്ങൾ കൃത്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്തിട്ടുമുണ്ട്. നിങ്ങൾ ചെയ്തതിനുള്ള എല്ലാ തെളിവുകളും എന്റെ കയ്യിലുണ്ട്. പക്ഷെ ജഗന്നാഥനങ്ങളെ, ഈ തെളിവുകളൊന്നും ഒരു പോലീസിന് ഞാൻ കൊടുക്കാൻ പോകുന്നില്ല. തന്നെ ഒന്ന് വരട്ടാൻ വേണ്ടി ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചാ പോലീസിൽ കൊടുത്താലാ താൻ രക്ഷപ്പെട്ട് പോകുന്ന. താൻ പുറത്ത് തന്നെ കാണണം. എടോ, താൻ എനിക്കോ ശ്യാമയ്ക്കോ ഒരു ഭീഷണിയല്ല. അത്രയ്ക്ക് ഉറപ്പുണ്ടെങ്കിലല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ പറയൂ. നീ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. ഇതല്ല അങ്കിളെ മാസ്. അതിന്റെ ആയുധം വാച്ച. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.